കിറ്റ്കാറ്റ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്ന പരിചിതവും രുചികരവുമായ രുചിയുള്ള ക്രിസ്പി ട്രീറ്റ്. ആ ഐകണിക് റെഡ് റാപ്പറിന് കീഴിൽ ആകർഷകവും സൂക്ഷ്മവുമായ ഒരു നിർമ്മാണ പ്രക്രിയയുണ്ട്. കിറ്റ്കാറ്റിനെ ഇത്രയധികം ആകർഷകമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറികളിൽ ഒന്നിൽ പ്രതിദിനം 8 ദശലക്ഷത്തിലധികം ബാറുകൾ നിർമ്മിക്കുന്ന കിറ്റ്കാറ്റ് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിന്റെ അത്ഭുതകരമായ യാത്രയിലേക്ക് ഇന്ന് ഞങ്ങൾ മുങ്ങുന്നു. ഈ മധുര സാഹസികത നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ഉഷ്ണമേഖലാ സൂര്യന് കീഴിൽ അനന്തമായ കൊക്കോ പാടങ്ങൾ വ്യാപിച്ചുകിടക്കുന്ന പശ്ചിമാഫ്രിക്കയിലെ വിദൂര ദേശങ്ങളിൽ നിന്നാണ് കിറ്റ്കാറ്റിന്റെ അതിമനോഹരമായ ചോക്ലേറ്റ് രുചി സൃഷ്ടിക്കുന്നതിനുള്ള യാത്ര ആരംഭിക്കുന്നത്. ജൂലൈയിൽ പഴുത്ത കൊക്കോ കായ്കൾ കടുത്ത ചൂടിൽ തിളങ്ങുന്നതിനാൽ കർഷകർ അവരുടെ കഠിനാധ്വാനം നിറഞ്ഞ വിളവെടുപ്പ് സീസൺ ആരംഭിക്കുന്നു. ഉള്ളിലെ വിലയേറിയ കൊക്കോ കായ്കൾ കേടുകൂടാതെയിരിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർ ശ്രദ്ധാപൂർവം ഓരോ പഴുത്ത കൊക്കോ കായ്കളും കൈകൊണ്ട് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. ഓരോ ചലനവും അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങളോടുള്ള അവരുടെ ബഹുമാനവും അഭിമാനവും പ്രതിഫലിപ്പിക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞാൽ നൈപുണ്യമുള്ള തൊഴിലാളികൾ വേഗത്തിൽ കായ്കൾ തുറന്ന് അതിനുള്ളിലെ വിലയേറിയ പയർ വെളിപ്പെടുത്തുന്നു. പ്രകൃതിയുടെ സത്ത ഉൾക്കൊള്ളുന്ന ഓരോ തടിച്ച കൊക്കോ ബീൻസും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും വലിയ ഉണക്കൽ മാറ്റുകളിൽ ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്യുന്നു. കത്തുന്ന ഉഷ്ണമേഖലാ സൂര്യന് കീഴിൽ ഈ ബീൻസ് ഏകദേശം 8 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു സ്വാഭാവിക ഉണക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ബീൻസുകൾക്ക് ക്രമേണ ഈർപ്പം നഷ്ടപ്പെടുന്നു. അവയുടെ പുറന്തോട് കഠിനമാവുകയും ഉള്ളിലെ അസാധാരണമായ ചോക്ലേറ്റ് രുചിയിൽ അവ മുദ്രയിടുകയും ചെയ്യുന്നു. അസംസ്കൃത കൊക്കോ ബീൻസ് ഉൽപാദന കേന്ദ്രത്തിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാകുന്നു. ഇവിടെ അവ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിരവധി കർശനമായ പരിശോധനകളെ അഭിമുഖീകരിക്കുന്നു. ഓരോ ബീൻസും ഒപ്റ്റിമൽ വരണ്ടതിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഈർപ്പം പരിശോധിക്കുകയാണ് ആദ്യപടി. പൂപ്പൽ വികസനം തടയുന്നു. അടുത്തതായി, വികസിപ്പിക്കാത്തതോ വലിപ്പം കുറഞ്ഞതോ ആയ ബീൻസ് നീക്കം ചെയ്തുകൊണ്ട് ബീൻസിന്റെ വലുപ്പവും ഘടനയും ശ്രദ്ധാപൂർവം വിലയിരുത്തുന്നു. ഒടുവിൽ പരിചയസമ്പന്നരായ ഒരു സംഘം ഒരു സുഗന്ധ പരിശോധന നടത്തുന്നു. ഓരോ കൊക്കോ ബീൻസും അതിന്റെ സവിശേഷമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. അത്യാധുനിക ഫാക്ടറിയിൽ എത്തുമ്പോൾ കൊക്കോ ബീൻസ് അവയുടെ നാടകീയമായ പരിവർത്തനത്തിനായി തയ്യാറെടുക്കുന്നതിനായി 3 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഒരു പ്രത്യേക മേക്കോവർ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. വൃത്തിയാക്കുന്നതിലൂടെയാണ് യാത്ര ആരംഭിക്കുന്നത്. അവിടെ അഴുക്കും അവശിഷ്ടമായ കൊക്കോ ബീൻസും നീക്കം ചെയ്യുന്നു. തൊഴിലാളികൾ അസംസ്കൃത കൊക്കോ ബീൻസ് ഭാഗങ്ങൾ കൂറ്റൻ കൺവെയർ സിസ്റ്റങ്ങളിലേക്ക് ഒഴിച്ച് ക്ലീനിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സീൽ ചെയ്ത, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കറങ്ങുന്ന ഡ്രം. അകത്ത് ഡ്രം കറങ്ങുമ്പോൾ പരസ്പരം ഉരസുന്നത് മൃദുവായി വീഴുകയും ഡ്രം കറങ്ങുമ്പോൾ അവയുടെ മുരടിച്ച പുറന്തോട് അയയുകയും ചെയ്യുന്നു. അതേസമയം ശക്തമായ എയർ ജെറ്റുകൾ ശേഷിക്കുന്ന പൊടിയും അവശിഷ്ടങ്ങളും പറത്തിവിടുകയും ബീൻസിനെ കളങ്കരഹിതമാക്കുകയും അടുത്ത ഘട്ടത്തിനായി തയ്യാറാക്കുകയും ചെയ്യുന്നു. പ്രാകൃത കൊക്കോ ബീൻസ് ഫയർ ചലഞ്ചിലേക്ക് നീങ്ങുന്നു. അവിടെ അവയുടെ മറഞ്ഞിരിക്കുന്ന രുചികൾ ഉണർത്തുന്നു. ഓരോ ബാച്ചും ഒരു വലിയ റോസ്റ്റിംഗ് മെഷീനിൽ സ്ഥാപിക്കുന്നു. കാപ്പിക്കുരു പോലെ കൊക്കോയ്ക്ക് പൂർണ്ണത കൈവരിക്കാൻ കൃത്യമായ താപനിലയും സമയവും ആവശ്യമാണ്. ചോക്ലേറ്റ് നിർമ്മാതാക്കൾ സൂക്ഷ്മമായി സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ പാചകക്കുറിപ്പാണിത്. കാരണം തീ നിയന്ത്രിക്കുന്നതിലെ ചെറിയ വ്യതിയാനം പോലും ചോക്ലേറ്റിന്റെ രുചിയെ പൂർണ്ണമായും മാറ്റും. തീവ്രമായ തീ വെല്ലുവിളി സഹിച്ച ശേഷം ഇപ്പോൾ സുഗന്ധത്താൽ പൊട്ടിത്തെറിക്കുന്ന വറുത്ത കൊക്കോ ബീൻസ് അവയുടെ പരിവർത്തന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ബീൻസ് പൊടിച്ച് അവയുടെ സമ്പന്നവും ആഴത്തിലുള്ളതുമായ രുചികൾ അഴിച്ചുവിടുന്ന ഒരു വലിയ ഗ്രൈൻഡറിലേക്ക് അവയെ നൽകുന്നു. ബീൻസ് പൊട്ടുമ്പോൾ അവ പരസ്പരം കലരുന്നു. ക്രമേണ മിനുസമാർന്നതും കട്ടിയുള്ളതുമായ കൊക്കോ പേസ്റ്റായി മാറുന്നു. ഈ പേസ്റ്റ് പിന്നീട് ഒരു ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് നീങ്ങുന്നു. അവിടെ കൊക്കോ ബട്ടറിന്റെ ഓരോ തുള്ളിയും വേർതിരിച്ചെടുക്കുന്നു. തികച്ചും വൃത്താകൃതിയിലുള്ളതും ഏകദേശം 7 കിലോഗ്രാം ഭാരമുള്ളതുമായ ശുദ്ധമായ കൊക്കോ കേക്കുകൾ രൂപപ്പെടുന്നു. ഈ കേക്കുകൾ കൊക്കോയുടെ സത്തയെ പ്രതിനിധീകരിക്കുന്നു. അവയ്ക്ക് ഒരു തീവ്രവും ആകർഷകവുമായ സുഗന്ധം നിറഞ്ഞിരിക്കുന്നു. കൊക്കോ കേക്കുകൾ വീണ്ടും നേർത്ത പൊടിയായി പൊടിക്കുന്നു. കിറ്റ്കാറ്റിന്റെ സിഗ്നേച്ചർ ചോക്ലേറ്റ് ഫ്ലേവർ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന തികഞ്ഞ ചേരുവയായി മാറുന്നു. നേർത്ത കൊക്കോ പൗഡർ പിന്നീട് പഞ്ചസാര, പാൽപ്പൊടി, ശുദ്ധമായ കൊക്കോ വെണ്ണ, എമൽസിഫയറുകൾ, മറ്റ് രഹസ്യ ചേരുവകൾ എന്നിവയുമായി കലർത്തുന്നു. കൃത്യമായ അനുപാതങ്ങൾ, അതാണ് നെസ്ലെയുടെ സൂക്ഷ്മമായി സംരക്ഷിക്കപ്പെട്ട പാചകക്കുറിപ്പ്. കിറ്റ്കാറ്റിന്റെ ഒരുതരം ചോക്ലേറ്റ് ഫ്ലേവറിന്റെ താക്കോൽ.
മിശ്രിതം ഒരു വലിയ മൾട്ടിടോൺ മിക്സിംഗ് മെഷീനിനുള്ളിൽ താളാത്മകമായി നൃത്തം ചെയ്യുന്നു, കട്ടിയുള്ള വെൽവെറ്റ് ചോക്ലേറ്റ് പിണ്ഡമായി മാറുന്നതുവരെ തുടർച്ചയായി ഉരുകുന്നു. അടുത്തതായി വരുന്നത് കൊഞ്ചിങ് എന്ന കലയാണ്. ചോക്ലേറ്റ് കണികകളെ സൂക്ഷ്മ വലുപ്പങ്ങളിലേക്ക് പൊടിച്ച് നാവിൽ തൽക്ഷണം ഉരുകുന്നത് ഉറപ്പാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ. ചോക്ലേറ്റ് കൂടുതൽ നേരം കോൺ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഘടന സിൽക്കിനോട് സാമ്യമുള്ളതായി മാറുന്നു, അതിന്റെ രുചി കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഒടുവിൽ ദ്രാവക ചോക്ലേറ്റ് ടെമ്പറിങ്ങിന് വിധേയമാകുന്നു. അതിന്റെ താപനില ശ്രദ്ധാപൂർവം മുകളിലേക്കും താഴേക്കും സൈക്കിൾ ചെയ്യുന്നു. ഇത് 81 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് തണുക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും ഉരുകുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇത് വൃത്തികെട്ട പരലുകൾ ഉണ്ടാകുന്നത് തടയുന്നു. ഇത് ചോക്ലേറ്റിനെ മിനുസമാർന്നതും തിളക്കമുള്ളതും ആകർഷകവുമായി നിലനിർത്തുന്നു. ഇപ്പോൾ കിറ്റ്കാറ്റിന്റെ ആത്മാവ്, രുചികരമായ ചോക്ലേറ്റ് കോട്ടിംഗ്, എല്ലായിടത്തും ചോക്ലേറ്റ് പ്രേമികളെ കീഴടക്കാൻ തയ്യാറാണ്. ചോക്ലേറ്റ് കിറ്റ്കാറ്റിന്റെ ആത്മാവാണെങ്കിൽ ക്രിസ്പി വേഫർ പാളികളാണ് അതിന്റെ ഹൃദയം. ഓരോ കടിയിലും ഒരു ആനന്ദകരമായ ക്രഞ്ച് നൽകുന്നു. ഈ ഹൃദയം സൃഷ്ടിക്കാനുള്ള യാത്രയും അത്രയും സൂക്ഷ്മമാണ്. ഇതെല്ലാം ആരംഭിക്കുന്നത് പരിചിതമായ ചേരുവകളിലാണ്: ശുദ്ധീകരിച്ച ഗോതമ്പ് മാവ്, ശുദ്ധീകരിച്ച വെള്ളം, മധുരമുള്ള പഞ്ചസാര, സസ്യക്കൊഴുപ്പുകൾ, രുചി വർദ്ധിപ്പിക്കുന്നതിന് ഒരു നുള്ളു ഉപ്പ്. എന്നാൽ രഹസ്യം മാന്ത്രിക ചേരുവയിലാണ്. വേഫർ പാളികളിലേക്ക് ജീവൻ ശ്വസിക്കുന്ന ഒരു പുളിപ്പിക്കൽ ഏജന്റ് അവയ്ക്ക് അവയുടെ സിഗ്നേച്ചർ പ്രകാശവും ക്രിസ്പി ഘടനയും നൽകുന്നു. എല്ലാം ഒരു വലിയ മിക്സറിൽ കലർത്തി ഊർജ്ജസ്വലമായ ഊർജ്ജത്താൽ താളാത്മകമായി കറങ്ങുന്നു. ഗോതമ്പ് മാവ് മറ്റ് ചേരുവകളുമായി ലയിക്കുന്നു, ക്രമേണ മിനുസമാർന്നതും കട്ടിയുള്ളതുമായ ഒരു ബാറ്ററായി മാറുന്നു. ബാറ്റർ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ മിനുസമാർന്നതും ക്രീം നിറത്തിലുള്ളതുമായ സ്ട്രീമുകൾ അൾട്രാറസൈസ് നോസിലുകളിലൂടെ ചതുരാകൃതിയിലുള്ള ബേക്കിംഗ് മോൾഡുകളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ നോസിലുകൾ ഓരോ മോൾഡിനും തുല്യ അളവിൽ ബാറ്റർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഇത് തികഞ്ഞ കട്ടിയുള്ള വേഫർ പാളികൾ സൃഷ്ടിക്കുന്നു. അച്ചുകൾ 350 മുതൽ 400 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ഉയർന്ന താപനിലയിൽ വെറും 30 സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കുന്നു. തീവ്രമായ ചൂട് വേഫറുകളെ വേഗത്തിൽ ചുട്ടെടുക്കുന്നു. ഓരോ അതിലോലമായ പാളിയിലും രുചികരമായ സുഗന്ധങ്ങൾ കൂട്ടുന്നതിനൊപ്പം അവയുടെ സിഗ്നേച്ചർ ക്രിസ്പ് ടെക്സ്ചർ നൽകുന്നു. അടുത്തതായി വേഫറുകൾ തണുപ്പിക്കൽ മേഖലയിലേക്ക് മാറ്റുന്നു. അവിടെ തണുത്ത വായുവിന്റെ മൃദുവായ അരുവികൾ ക്രമേണ അവയുടെ താപനില കുറയ്ക്കുന്നു. ഈ ഘട്ടം നിർണായകമാണ്. പ്രയോഗിക്കുമ്പോൾ ചോക്ലേറ്റ് കോട്ടിംഗ് ഉരുകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം വേഫറുകളുടെ ക്രിസ്പിനെസ് നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. വേഫർ പാളികൾ തണുക്കുമ്പോൾ കിറ്റ്കാറ്റിന്റെ വേഫർ പാളികൾക്കിടയിലുള്ള ചോക്ലേറ്റ് ഫില്ലിംഗ് തയ്യാറാക്കപ്പെടുന്നു. ഒറ്റനോട്ടത്തിൽ ഇത് സമാനമായി തോന്നാം, പക്ഷേ വേഫർ പാളികൾക്കുള്ളിലെ ചോക്ലേറ്റ് യഥാർത്ഥത്തിൽ പുറം കോട്ടിംഗിൽ നിന്ന് വ്യത്യസ്തമാണ്. രഹസ്യം: ചെറിയ അളവിൽ പൊടിച്ച കിറ്റ്കാറ്റ് കഷണങ്ങൾ. കേടായ കിറ്റ്കാറ്റ് ബാറുകൾ നേർത്ത പൊടിയാക്കി പൊടിച്ച് മറ്റ് ബാറുകൾക്കുള്ള ഫില്ലിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഈ അകത്തെ ചോക്ലേറ്റ് ഫില്ലിംഗ് സ്ഥിരതയിൽ അല്പം കനം കുറഞ്ഞതാണ്, ഏതാണ്ട് ചോക്ലേറ്റ് ക്രീം പോലെ. ഇത് വേഫർ പാളികൾ പൊടിയാനിടയാക്കാതെ അവയെ ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. അതേസമയം പുറം ചോക്ലേറ്റ് പാളി കട്ടിയുള്ളതും ഉറപ്പുള്ളതുമാണ്. ഇത് ഘടന നൽകുകയും ബാറിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ആകർഷകമായ പരിവർത്തനം വരുന്നു. ക്രിസ്പി വേഫർ പാളികൾ തിളങ്ങുന്ന ആകർഷകമായ ചോക്ലേറ്റ് കോട്ടിൽ പൊതിഞ്ഞ നിമിഷം. ഓരോ വേഫറും ഒരു കൺവെയർ ബെൽറ്റിൽ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ പ്രത്യേക ചോക്ലേറ്റ് ബാത്തിന് തയ്യാറാണ്. സമ്പന്നമായ തവിട്ട് നിറവും അപ്രതിരോധ്യമായ സുഗന്ധവുമുള്ള ലിക്വിഡ് ചോക്ലേറ്റ് വേഫറുകളിൽ സൂക്ഷ്മമായി ഒഴിക്കുന്നു. നേർത്തതും തുല്യവുമായ ചോക്ലേറ്റ് പാളികൾ പ്രയോഗിക്കുന്നു. വേഫറിന്റെ ഓരോ ഇഞ്ചും കൃത്യതയോടെ മൂടുന്നു. ചോക്ലേറ്റിന്റെ 3 പാളികൾ ശ്രദ്ധാപൂർവം ചേർക്കുന്നു. ഇത് വേഫറിന് അനുയോജ്യമായ കോട്ടിംഗ് സൃഷ്ടിക്കുന്നു. അവസാന സ്പർശം: കിറ്റ്കാറ്റിന്റെ മാസ്റ്റർപീസ് പൂർത്തിയാക്കുന്ന ഫിനിഷിംഗ് നോട്ട് പോലെ മുകളിൽ ഒരു വേഫർ പാളി സ്ഥാപിച്ചിരിക്കുന്നു. മൂർച്ചയുള്ള ബ്ലേഡുകൾ കാത്തിരിക്കുന്ന ഒരു ആധുനിക കൺവെയർ ബെൽറ്റിലേക്കുള്ള യാത്ര തുടരുന്നു.
ഓരോ കാൻഡി ബാറും ബെൽറ്റിലൂടെ സുഗമമായി നീങ്ങുന്നു, നേരെ കട്ട് സോണിലേക്ക് പോകുന്നു. ഇവിടെ പ്രിസിഷൻ ബ്ലേഡുകൾ ബാറുകളെ തുല്യ ഭാഗങ്ങളായി വേഗത്തിൽ വിഭജിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചിതവും ഇഷ്ടപ്പെടുന്നതുമായ തികഞ്ഞ വലിപ്പത്തിലുള്ള കിറ്റ് പൂച്ചയെ സൃഷ്ടിക്കുന്നു. ഈ മാന്ത്രിക പരിവർത്തനം ഒരു നിമിഷത്തിനുള്ളിൽ സംഭവിക്കുന്നു. ഒരു മിന്നലിൽ പൂർണ്ണമായ കിറ്റ് കാറ്റ് ബാറുകൾ കൺവെയർ ബെൽറ്റിൽ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അവരുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിന് തയ്യാറാണ്. 15 മണിക്കൂർ നീണ്ട ബ്ലെൻഡിംഗ്, ഫയർ ട്രയൽസിന് ശേഷം വെൽവെറ്റ് ആരോമാറ്റിക് ലിക്വിഡ് ചോക്ലേറ്റ് ഒടുവിൽ അതിന്റെ പരിചിതമായ കിറ്റ്കാറ്റ് രൂപം സ്വീകരിക്കാൻ തയ്യാറായി. ഓരോ മിനിറ്റിലും നൂറുകണക്കിന് മോൾഡുകൾ നിറക്കുന്ന, പ്രതിദിനം 2 ലക്ഷത്തിലധികം ചോക്ലേറ്റ് ബാറുകൾ ഉത്പാദിപ്പിക്കുന്ന അതിവേഗ മെഷീനുകളുടെ അതിശയകരമായ പ്രകടനം കാണുക. ഉരുകിയ ചോക്ലേറ്റിന്റെ അരുവികൾ കൃത്യമായി മോൾഡുകളിലേക്ക് ഒഴിച്ചു, തിളക്കമുള്ളതും അപ്രതിരോധ്യവുമായ ഒരു പുറന്തോട് രൂപപ്പെടുത്തുന്നു. അടുത്തതായി ക്രിസ്പി വേഫറുകൾ ഒരു ചോക്ലേറ്റ് വെള്ളച്ചാട്ടത്തിലൂടെ പരേഡ് ചെയ്യുന്നു. ഓരോ ഇഞ്ചും കുറ്റമറ്റതും തുല്യവുമായ പാളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഈ പ്രക്രിയ കാണുമ്പോൾ പ്രലോഭനത്തെ ചെറുക്കാൻ പ്രയാസമാണ്. വേഫറിന്റെ ക്രഞ്ചുമായി ചേർന്ന ഉരുകിയ ചോക്ലേറ്റിന്റെ ആകർഷകമായ സുഗന്ധം നിങ്ങളുടെ രുചി മുകുളങ്ങളിൽ ഒരു നൃത്തം പോലെ അനുഭവപ്പെടുന്നു. ഇത് പുതുതായി നിർമ്മിച്ച ഒരു കിറ്റ്കാറ്റ് വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഒരു ഇടവേള എടുക്കൂ, ഒരു കിറ്റ് കാറ്റ് കഴിക്കൂ എന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് പരിചിതമാണോ? അസാധാരണമായ മാർക്കറ്റിംഗ് ശക്തിയുള്ള ലളിതവും അവിസ്മരണീയവുമായ ഒരു വാക്യം. 1958-ൽ അരങ്ങേറ്റം കുറിച്ചതിനുശേഷം ഈ മുദ്രാവാക്യം ക്രിസ്പി ചോക്ലേറ്റ് പൊതിഞ്ഞ വേഫർ ബാറിന്റെ പ്രതിച്ഛായയിൽ നിന്ന് വേർതിരിക്കാനാവാത്തതായി മാറിയിരിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് ഒരു അപ്രതിരോധ്യമായ ക്ഷണമായി വർത്തിക്കുന്നു. ഒരു ഇടവേള എന്നത് വിശ്രമത്തെയും ജീവിതത്തിലെ ആശങ്കകൾ മാറ്റിവെക്കാനുള്ള ഒരു നിമിഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ രുചിമുകുളങ്ങളെ ഉന്മേഷഭരിതരാക്കുകയും നിങ്ങളുടെ ഉത്സാഹത്തെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു മധുര പലഹാരത്തിൽ മുഴുകാൻ ഹാവ് എ കിറ്റ്കാറ്റ് നിങ്ങളെ ക്ഷണിക്കുന്നു. ബ്രേക്കിന്റെയും കിറ്റ്കാറ്റിന്റെയും സമർത്ഥമായ സംയോജനം ബാർ തകർക്കുന്ന പ്രവൃത്തിയെ ഉണർത്തുക മാത്രമല്ല, സമ്മർദ്ദത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാർവത്രിക ആഗ്രഹത്തിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മിഠായി ബ്രാൻഡുകളിൽ ഒന്നായി കിറ്റ്കാറ്റിനെ സ്ഥാപിക്കുന്നതിൽ ഈ മുദ്രാവാക്യത്തിന്റെ അസാധാരണമായ വിജയം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലളിതവും അവിസ്മരണീയവും ഉപഭോക്തൃ മനഃശാസ്ത്രവുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്നതുമാണ്. ഒരു ഇടവേള നേടൂ, ഒരു കിറ്റ്കാറ്റ് കഴിക്കൂ എക്കാലത്തെയും മികച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്നിന് അതിന്റെ സ്ഥാനം അർഹിക്കുന്നു. I think I'll picture us, you with the waves, the ocean's colors on your face. I'll leave my heart with your air, so let me fly. ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനും സൂപ്പർ മാർക്കറ്റ് ഷെൽഫുകളിൽ എത്തുന്നതിനും മുമ്പ് കിറ്റ്കാറ്റ് ബാറുകൾ കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാകുന്നു. വായു കുമിളകൾ അല്ലെങ്കിൽ വിള്ളലുകൾ പോലുള്ള ചെറിയ പോരായ്മകളുള്ള ഏതൊരു ബാറും ഒരു മടിയും കൂടാതെ നിരസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ ബാറുകൾ പാഴാകുന്നില്ല. രുചികരമായ ചോക്ലേറ്റ് ഫില്ലിംഗിന്റെ ഭാഗമായി അവ പൊടിച്ചു പുനർനിർമ്മിക്കുന്നു. കുറ്റമറ്റ ബാറുകൾ നൂതന പാക്കേജിംഗ് ലൈനിലേക്കുള്ള യാത്ര തുടരുന്നു. ഇവിടെ അതിവേഗ റോബോട്ടിക് കൈകൾ ഓരോ ബാറും തിളങ്ങുന്ന ഫോയിലിൽ വേഗത്തിൽ പൊതിയുന്നു. തുടർന്ന് ആകർഷകമായ ഒരു പുറം റാപ്പർ ചേർക്കുന്നു. അതുപോലെ കിറ്റ്കാറ്റ് ബാറുകൾ ഉപഭോക്താക്കളിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ തയ്യാറാണ്. എല്ലാ ദിവസവും 8 ദശലക്ഷം വരെ കിറ്റ്കാറ്റ് ബാറുകൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ലോകമെമ്പാടുമുള്ള ഓർഡറുകൾക്കായി കാത്തിരിക്കുന്ന വലിയ വെയർഹൌസുകളിലേക്ക് അവ കൊണ്ടുപോകുന്നു. ഓർഡറുകൾ ലഭിച്ചുകഴിഞ്ഞാൽ കിറ്റ്കാറ്റ് ബാറുകൾ നിറച്ച ട്രക്കുകൾ റോഡിലിറങ്ങുന്നു. ഇത് എല്ലായിടത്തും ആളുകൾക്ക് മധുരമുള്ള ചോക്ലേറ്റ് ആനന്ദം നൽകുന്നു. Your morning eyes, I could stare like watching stars. I could walk you by an hotel without a thought. You'd be mine, would you mind if I took your hand tonight? No, you're all that I want this life. ഈ യാത്ര നിങ്ങൾക്ക് രസകരമാണെന്ന് തോന്നുകയും ഭക്ഷ്യ ഉൽപാദന പ്രക്രിയയെക്കുറിച്ചുള്ള കൂടുതൽ ആകർഷകമായ രഹസ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയിപ്പുകൾ ഓണാക്കാനും മറക്കരുത്. അതിനാൽ